മിസ് മീര, ഈ പറയുന്ന ചെറുപ്പക്കാരെ എപ്പോൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? സർ, മാർച്ച് 1 തീയതി നടന്ന മ്യൂസിക് ഫെസ്റ്റിവലിൽ ഞാൻ പെർഫോം ചെയ്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 ഫ്രീ പാസസ് കിട്ടിയിരുന്നു സർ. അതുകൊണ്ട് ഞാൻ എൻ്റെ റൂംമേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ വിശ്വനെ കണ്ടത്. വിശ്വ എൻ്റെ സ്കൂൾമേറ്റാണ് സർ. അവൻ തന്നെയാണ് വെങ്കിനെ ആദിക്കിനെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇതിലൊരാളെ നിങ്ങൾക്ക് മുൻപേ അറിയാം? യെസ് സർ. അതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് കൂടെ പോയതല്ലേ? അതെ സർ. ഇവരിൽ ആരെങ്കിലും നിങ്ങളോട് ഇത്തരത്തിൽ സംസാരിച്ചിരുന്നോ? അതായത് ഇവരുടെ കൂടെ പോകണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ? ഇല്ല ഇല്ല സർ. അപ്പോൾ സേഫായിട്ട് തന്നെ ഫീൽ ചെയ്തേ. അതിനുശേഷം എന്നിട്ട് അവർ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തായിരുന്നു സർ. വിളിച്ചതല്ലേ, ഡിന്നറിന് പോകാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. മീരെ, നിങ്ങൾ ചിരിച്ചു എന്നാണല്ലോ പറഞ്ഞേ. അതും ഈ എക്സ്ട്രാ ഫ്രണ്ട്ലി പോലെ. ഐ വാസ് നോർമൽ. പാടൻ? നോർമലായിരുന്നു സർ. നോർമൽ. ഒന്നിച്ച് ആഹാരം കഴിച്ചു, അതും നോർമൽ. നന്നായി ചിരിച്ച് ജോളിയായി സംസാരിച്ചു, അതും നോർമൽ. നിങ്ങളോട് ഇത്രയും നന്നായി സംസാരിച്ച ഒരാളോട് ഈ ബോട്ടിലും അടിയും രക്തമൊക്കെ സോറി, ഗ്രാബ്ഡ് മീ. പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിട്ടില്ല സർ. ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല സർ. അങ്ങനെ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോ എനിക്ക് നാരപ്പ് പോലെയാണ് സർ തോന്നിയത്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ സോ ഐ ലോസ്റ്റ് ഇറ്റ്. ഇത്ര ആഴമേറിയ മുറിവ് ഉണ്ടാകണമെന്ന് ഓർത്തല്ല സർ ഞാൻ അടിച്ചത്. സത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷെ ഇങ്ങനെ ദേഹത്ത് കൈവയ്ക്കുമ്പോ ആരെ സർ നോക്കി നിൽക്കുന്നത്? അത്ര പറഞ്ഞിട്ട് വിടാതെ മൃഗത്തെ പോലെ. Did I say anything more, Your Honor? Meera Krishnan says, Adi tried to outright my body stay. അതുകൊണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അടിച്ചത്. മിസ്റ്റർ സത്യമൂർത്തി, ക്രോസ്. എന്തൊരഭിനയം, എന്തൊരഭിനയം! അയ്യോ, തുടക്കം മുതലേ ശ്രദ്ധിക്കാം യുവർ ഓണർ. മഞ്ജു വാര്യർ തോറ്റുപോലോ. ആ മീര, അന്ന് നടന്ന സംഭവമൊക്കെ ഇയാളുടെ ഇഷ്ടത്തിന് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്താ പറഞ്ഞു. എന്നാ ഇയാൾ മറച്ചു വെച്ച ചില കാര്യങ്ങൾ ഇയാളെ കൊണ്ട് തന്നെ പറയിക്കാൻ പോവാ. നേരിട്ട് ചോദിക്കുക, എത്ര രൂപയാണ് വാങ്ങിയത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. മിസ്റ്റർ സത്യമൂർത്തി, കെയർഫുൾ. യുവർ ഓണർ, ഈ പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല. ഏത് പെണ്ണാണ് പെട്ടെന്ന് പരിചയപ്പെട്ട ഒരാളുമായിട്ട് തനിയെ റിസോർട്ടിലേക്ക് പോകുന്നത്? സാർ, ഞാൻ ആദ്യം സേഫാന്ന് തന്നെ ഓർത്തത്. അങ്ങനെ പോയത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഞാൻ പോവാൻ പാടില്ലായിരുന്നു. നിങ്ങൾ തെറ്റായിട്ട് അങ്ങോട്ട് പോയെന്ന് പറയുന്നില്ല കുട്ടി. നല്ല ബോധത്തോടെ പ്ലാൻ ചെയ്താണ് അങ്ങോട്ട് പോയത്. നോ. യെസ്, ആ പിള്ളേർ സേഫ് ആണെന്ന് ഇയാളുടെ വാഗൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് പറ. സത്യം പറഞ്ഞ അവരെത്ര മോശക്കാരാണെന്ന് എനിക്ക് തോന്നിയില്ല സാർ. അതായത് അവരത്ര മോശക്കാരല്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഇയാൾ ചിന്തിച്ചത് അല്ലേ? അതെ. അതായത് ഡീസന്റ് ബോയ്സ്. അതെ, ഞാൻ അങ്ങനെ ആമ്പിള്ളേരെ കണ്ട ഉടനെ വലിയ പണക്കാരാണെന്ന് മനസ്സിൽ തോന്നി. എന്തായാലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഈസി ആയിട്ട് വലയിൽ വീഴും, പൈസ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. വിചാരിച്ച പോലെ വലയിൽ വീണില്ല, അവർക്ക് അതിലോട്ട് ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. വിചാരിച്ചത് കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ അയാളെ അടിച്ചു. അതൊക്കെ മറന്നിട്ട് ചുമ്മാ ഫ്രണ്ട്സ് കമ്പല് ചെയ്തു, ഡിന്നർ കഴിക്കാൻ പോയെന്നൊക്കെ പറയുന്നത് കള്ളല്ലേ? ശരിയല്ലേ? അങ്ങനല്ല സർ. അപ്പോഴേക്കും ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിട്ട്. ഫ്രണ്ട്സോ? ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആകില്ലേ മീരെ? അല്ല, അവരെ മനസ്സിലാക്കിയത് കൊണ്ട്. മനസ്സിലാക്കിയെന്ന് അതിനെ ഞാനും പറയുന്നത്. നിങ്ങൾ ആദ്യയുടെ ഫ്രണ്ട്സിന്റെയും ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് അവര് പണക്കാരാണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോ. സർ, എനിക്കപ്പോ അവര് പണക്കാരാണോ പാവപ്പെട്ടവരാണെന്നൊക്കെ വെൽ കണക്റ്റഡ് ഒക്കെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു സർ. ശരി, നിങ്ങൾ ഒരു തെറ്റായ രീതിയിൽ അവിടേക്ക് പോയില്ലെന്ന് വെച്ചോളൂ. റെസ്റ്റോറൻറ്റിൽ വെച്ച് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തിനാ മദ്യപിച്ചത്? അത് അവർ ഓഫർ ചെയ്തുണ്ട്. കേട്ടില്ല. അവർ ഓഫർ ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഡ്രിങ്ക് എടുത്തു. എന്റെ ദൈവമേ,
ഇപ്പോഴെങ്കിലും സത്യം സമ്മതിച്ചല്ലോ. അവര് നിർബന്ധിച്ച് കുടിപ്പിച്ചെന്ന് പറഞ്ഞില്ല മീര. യുവർ ഓണർ, അങ്ങക്കൊരു പിക്ചർ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. ഇതിനകത്ത് മീര മദ്യക്കുപ്പി കയ്യിലെടുത്ത് അവിടെ ഗ്ലാസ്സിൽ അവള് തന്നെ ഒഴിക്കുന്നു. ഭാഗ്യത്തിന് ഇത് വെങ്കിയുടെ ക്യാമറയിൽ ക്യാപ്ചർ ആയിരിക്കും. സർ ടേബിൾ ഒരുപാട് ചെറുതായിരുന്നു സർ. ആദ്യ ടേബിളിന്റെ അടുത്തുനിന്ന് കുറെ ദൂരെയായിരുന്നു സർ ഇരുന്ന്. അവനൊരു ഡ്രിങ്ക് ചോദിച്ചപ്പോ ഞാൻ ഒഴിച്ചു കൊടുത്തതാ സർ. ആ പറഞ്ഞത് ശ്രദ്ധിക്കണം യുവർ ഓണർ. ആദിക്കും ഇവളുടെ കൈ കൊണ്ടാണ് മദ്യം ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകൂട്ടി കറക്റ്റ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് റൂമിലേക്ക് അവരെ കൊണ്ടുപോയത്. സർ ബോട്ടിൽ എന്താ ദൂരെയായിരുന്നു സർ. ശരി, അത് വിട്ടേക്ക്. ഇയാൾ ഒരെണ്ണേ കഴിച്ചുള്ളൂ? ഒരു ഡ്രിങ്ക് റെസ്റ്റോറൻറ്റിലൊന്ന്, അത് കഴിഞ്ഞ് റൂമിൽ വെച്ചൊന്ന്. എല്ലാ സ്ഥലത്തും സ്ത്രീകള് മദ്യഷാപ്പ് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു വെയിലത്ത് നിന്ന് സമരം ചെയ്യുക. എന്നാ ഇവരോ? ശരി, റെസ്റ്റോറൻറ്റിൽ വെച്ച് മദ്യപിച്ചു. അത് കഴിഞ്ഞ് ആദിയോട് ചിരിച്ച് ചിരിച്ച് അശ്ലീല വാക്കുകളും പറയാൻ തുടങ്ങി. അതിന് മാനേജർ സാക്ഷിയുണ്ട്. ഇനി പറ, എന്താ അപ്പ പറഞ്ഞത്? ഐ ഡോണ്ട് റിമെമ്പർ സർ. ഓ, ഓർമ്മയില്ലല്ലേ? ഞാൻ ഓർമ്മപ്പെടുത്താം. ആദിയോട് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇടപഴകാന്ന് മീര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. ആ അശ്ലീല വാക്കുകൾ മാനേജർ കേൾക്കുകയും ചെയ്തു. പറയൂ മീരെ, ഇതിനൊക്കെ എത്രയാണ് നിങ്ങൾക്ക്? ഐ റിമെമ്പർ സർ. അവനൊരു തമാശ പറഞ്ഞപ്പോ ഞാനും ഒരു തമാശ പറഞ്ഞായിരുന്നു. തമാശയോ? എന്ത് തമാശ? ആ തമാശ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്ന് ചിരിക്കണമെന്ന്. മിസ്റ്റർ സത്യമൂർത്തി. യുവർ ഓണർ, അവള് പറഞ്ഞ തമാശ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇവള് കള്ളം പറയോ യുവർ ഓണർ? ഞാൻ കള്ളം പറഞ്ഞില്ല സർ. എന്നാ പിന്നെ എന്താ പ്രശ്നം? ആ തമാശ ഒന്ന് പറഞ്ഞേ. നീ പറയുന്നതും ആ മാനേജർ പറയുന്നതും ഒരുപോലാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. എന്താ കള്ളത്തരത്തിലൊരു തമാശ ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലേ? അല്ല, ആ തമാശ പ്രൈവറ്റ് ആയിട്ട് പറയുന്നതിനും പബ്ലിക്കായിട്ട് പറയുന്നതിനും വ്യത്യാസമുണ്ട് സർ. എക്സാക്ട്ലി പോയിന്റ് യുവർ ഓണർ. അപ്പൊ പറഞ്ഞ തമാശ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത ഒരു പെണ്ണിന് മറ്റു ജോലിക്കാണ് പോയെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? നാച്ചുറലി സിമ്പിൾ ഡ്രിങ്ക്സ്, സിമ്പിൾ ഡിന്നർ എന്നേ പറയുള്ളൂ. പക്ഷേ ഒരു പരിചയമില്ലാത്തവരുടെ കൂടെ പോയെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കുട്ടി പറയുന്നത് വിശ്വസിക്കാതെ കോടതി ഏൽപ്പിച്ചിരിക്കുന്ന രേഖകൾ വെച്ച് തീരുമാനമെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദാഹരണത്തിന് ഈ വീഡിയോ എവിഡൻസ്. ഈ CD ഇട്ട് കണ്ടാൽ അറിയാം ഇവര് പണം ചോദിച്ചോ അതോ ഇല്ലയോ എന്നൊക്കെ. ആ ഫസ്റ്റ് ക്ലിപ്പിംഗ്സിൽ മീര പുറത്തേക്ക് വരുന്നു. തൊട്ടുപുറകെ 2 പെണ്ണുങ്ങളും വരുന്നു. പൈസയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് അകത്തേക്ക് പോകുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ആൻഡ്രിയ വെങ്കിയുമായി പുറത്തേക്ക് വരുന്നു. ക്യാമറ 2-ലെ CC ഫുട്ടേജിൽ റൂം നമ്പർ 503ലേക്ക് പോകുന്നത് കാണാം. ആദ്യം വെങ്കിട്ട് അകത്ത് കയറി ലൈറ്റ് ഓൺ ചെയ്യുന്നു. ഉടനെ ആൻഡ്രിയ സ്വന്തം കൈകൊണ്ട് തന്നെ കഥ കടയ്ക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ റൂമിലെ ലൈറ്റ് ഓഫ് ആകുന്നു. പിന്നീട് സമിത കൃഷ്ണന്റെ മൊത്തം പുറത്തേക്ക് വരുന്നു. അവരടുത്ത റൂമിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആദിയുടെ റൂമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. എല്ലാവരും ആദിയുടെ റൂമിലേക്ക് ഓടുന്നു. റൂമിനകത്ത് മീര വീണ്ടും ആദിയോട് കാശ് ചോദിച്ചു. അവൻ തരില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ തർക്കമായിട്ട് മീര കുപ്പിയെടുത്ത് തലക്കിട്ടടിച്ചിട്ട് പ്രശ്നമാകുന്നു കണ്ടപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇവര് തെറ്റുകാരല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പോലീസിനെ വിളിക്കായിരുന്നല്ലോ, എന്തുകൊണ്ട് വിളിച്ചില്ല? കാരണം ഇതുപോലുള്ള പെണ്ണുങ്ങളെ പോലീസിനെ വിളിക്കില്ല. പ്രശ്നം വലുതായപ്പോ പേരിന് ഒരു കംപ്ലൈന്റ് മാത്രം കൊടുത്തു. ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ കാണുന്നതാണ് സത്യം. ഇവര് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. മീര കൃഷ്ണൻ ലാംഗ്വേജ് കള്ളം പറയുന്നത്. ഞങ്ങൾ അവിടെ ഒരിക്കലും കാശിന് വേണ്ടി പോയിട്ടില്ല. അവര് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാ പോയത്. മുറി മുഴുവന് സിഗരറ്റിന് പുകയായിരുന്നു സർ. അതുകൊണ്ട് കുറച്ചു നേരം പുറത്ത് വന്ന് നിന്നത്. ആൻഡ്രിയെ കുറെ നേരമായിട്ട് കാണുന്നില്ലല്ലോ എന്നോർത്ത് ഫമിത്ത് അവളെ അന്വേഷിച്ച് വന്നതാ. ഞാനും പുറത്ത് പോകാൻ എഴുന്നേറ്റ് വന്നപ്പോ അവനെന്നെ വലിച്ചു പിടിച്ച് തൊഴാൻ ആരംഭിച്ചു സർ. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാ. എന്നാൽ അവൻ എന്നെ വലിച്ചു പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് വിട്ടില്ല സർ. അതിനുശേഷം ഞാൻ കുപ്പിയെടുത്ത് അവനെ അടിച്ചത്. ഇനി ഒരു തവണയും കൂടി അവനങ്ങനെ ചെയ്യാൻ പറയും സർ. അടിച്ച് തല പൊട്ടിക്കും ഞാൻ. മീര കൃഷ്ണൻ, next time the court പക്ഷേ സർ will have you removed. സർ പ്ലീസ്, ഞാൻ കാശ് ചോദിച്ചിട്ടില്ല സർ. പ്ലീസ് മീര, quiet. സർ, ഞാൻ കാശ് ചോദിച്ചിട്ടില്ല സർ. The court is urgent. സർ, ഞാൻ കാശ് ചോദിച്ചിട്ടില്ല സർ. എന്നെ വിശ്വസിക്കുക സർ പ്ലീസ്. ഇവരെല്ലാരും നോടാൻ പറയാ.
മീരയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. Meera, I'm keeping this for you. ഇൻസ്പെക്ടർ അമുദ. സൂപ്പർ വുമൺ. Sir? മിസ്റ്റർ ഭരത്, യുവർ ഓണർ. സൂപ്പർ വുമൺ, സൂപ്പർമാൻ, സൂപ്പർ വുമൺ. ഇൻസ്പെക്ടർ അമൃത. അവർ കംപ്ലൈൻറ്റ് ചെയ്ത ഉടനെ മീരി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? സർ, മീര രക്ഷപ്പെട്ടുപോയി. അന്വേഷിച്ചു നോക്കി, കിട്ടിയില്ല. എവിടെയോ പോയി ഒളിച്ചു. എവിടെയോ പോയി ഒളിച്ചു അല്ലേ? അങ്ങനെ എവിടെയോ പോയി ഒളിച്ചവരെങ്ങനെയാ ഈസി ആയിട്ട് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തേ? സർ, അത് ഒരുപാട് നാൾ ഒളിച്ചിരുന്നിട്ട് ബോറടിക്കുന്നതുകൊണ്ട് നമ്മളെ ആരും അന്വേഷിക്കുന്നില്ല, ഇനി എന്തിനാ ഒളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നു കാണും. അപ്പോൾ വേഗത്തിൽ പോയി അറസ്റ്റ് ചെയ്തോ? സർ, അത് പിന്നെ കേൾക്കുന്നില്ല. തുമ്പ് കിട്ടിയിരുന്നു സർ. തുമ്പ് കിട്ടി? എവിടുന്ന്? എന്താ ഒന്നും പറയാത്തത്? സർ, ഇവരുടെ വീടിന് ചുറ്റും മഫ്തിയിൽ ആളെ നിർത്തിയിരുന്നു. ഇവർ പറയുന്നത് നുണയാണ് യുവർ ഓണർ. അല്ല സർ, മഫ്തിയിൽ ആളെ നിർത്തിയിരുന്നു. നുണ. അല്ല സർ, ആളെ നിർത്തിയിരുന്നു. നുണ. സർ, ഞാൻ എന്തിനു കള്ളം പറയണം? നിങ്ങൾ നുണ പറയുന്നു. മഫ്തിയിൽ No, you are ആളെ lying. നിർത്തിയിരുന്നു You are സർ. lying. You are ഇല്ല, lying. ഞാൻ You are എന്തിന് lying. കള്ളം പറയണം You are സർ? lying. യുവർ ഓണർ, യുവർ ഓണർ, യുവർ ഓണർ, ഇൻസ്പെക്ടറെ വരട്ടുന്നതിലും നല്ലത് അവർ പറയുന്നത് കള്ളമാണെന്ന് തെളിയിച്ചാൽ മതി. നന്നായിരിക്കും അല്ലേ? എന്നാ തെളിയിക്കാം. ഇത് നിങ്ങൾ എഴുതിയ റിപ്പോർട്ടിന്റെ കോപ്പി തന്നെയല്ലേ? അതെ സർ. ഇതില് ആ സംഭവത്തെ പറ്റി തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ദാ ഇവിടെ. അതെ സർ. അതിനൊന്നും നിങ്ങൾ ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നല്ലോ അമൃത മാഡം. പിന്നെങ്ങനെയാണ് ഇത് എഴുതാൻ പറ്റുക? ഒരു കല്യാണത്തിന് വേണ്ടി അടയാറ് വരെ പോയിരുന്നു അല്ലേ? സോ ഡസ് ബൈ ദ ഫാക്ട് നിങ്ങൾ അന്ന് ഡ്യൂട്ടിയിലില്ലായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് നിങ്ങൾ തന്നെ എഴുതുകയും ചെയ്തു. വേറെ പെന്ന്, വേറെ ഇങ്ക്. അതെങ്ങനെ പറ്റും? സർ, കല്യാണം കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ അവിടുന്ന് പോന്നു സർ. നിങ്ങൾ അടയാറിലുള്ള മാരേജ് ഹാളിൽ നിന്ന് 11:05 പുറപ്പെട്ട് OMRലിരിക്കുന്ന മാമനപുരം സ്റ്റേഷനിൽ 11:15 എത്തിച്ചേർന്നു അല്ലേ? ഇടയിലുള്ള 2 ടോൾ വേറെയും. ഏകദേശം 45 കിലോമീറ്റർ. കുറഞ്ഞതൊരു 60 മിനിറ്റെങ്കിലും വേണം. ടോളും കൂടെ ചേർത്ത് ഒരു 70 മിനിറ്റ് ആകുന്നു വെച്ചോ. നിങ്ങൾക്കെങ്ങനെ 10 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റിയത്? സോ ലെറ്റ് മീ ഗസ്. നിങ്ങൾ അടയാറിന്ന് 450 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതേ സ്പീഡിൽ വണ്ടി ഓടിച്ച് മാമനപുരം സ്റ്റേഷനിൽ എത്തിയല്ലേ? വാവ്, നിങ്ങൾക്കൊരു F1 റേസർ ആവായിരുന്നു. ആവശ്യമില്ലാതെ പോലീസിൽ ചേർന്ന് സമയം കളയണ്ടായിരുന്നു. സർ, കേസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഓടി എത്തിയതാ സർ. വിഷയം വലുതായതുകൊണ്ട് മിന്നൽ വേഗത്തിൽ വന്നു എന്നുള്ളത് ശരി. പക്ഷേ റിപ്പോർട്ട് മാത്രം 2 ലൈനിൽ എഴുതിയതെന്താ? ഹെറിറ്റേജ് ഹോട്ടലിൽ മീരാകൃഷ്ണൻ ആദിക്കിനെ ബോട്ടിൽ കൊണ്ട് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്താൽ തലയ്ക്കടിച്ചു, തുടർന്ന് രക്തം ധാരാളം പോയി. സർ, 2 ലൈൻ ആണെങ്കിലും കേസിനെ കുറിച്ച് വ്യക്തമാവുന്നില്ലേ സർ? മനസ്സിലാകുന്നില്ലല്ലോ മാഡം. മീരയുടെ മുഴുവൻ പേര് എഴുതാൻ അറിയാവുന്ന നിങ്ങൾക്ക് ആദിക്കിൻ്റെ മുഴുവൻ പേരും എഴുതാൻ അറിയില്ലായിരുന്നു. ശരി, അത് വിട്ടേക്ക്. നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്ന ആദിക്ക് തന്നെയാണ് ഈ കേസിലുള്ള ആദിക്കെന്ന് സമ്മതിക്കാം. സർ, ആ കേസ് അത്രയേ ഉള്ളൂ. കൂടുതലായി എന്തെഴുതണമെന്ന് എനിക്കറിയില്ലായിരുന്നു.
എന്താണോ ആവശ്യം അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നിങ്ങൾ എഴുതി, റൈറ്റ്? മനസ്സിലായില്ല. സത്യമായിട്ടും സുരേഷ് ഓട്ടോയിൽ കയറുമ്പോൾ ഇതും നിങ്ങൾ എഴുതിയ റിപ്പോർട്ട് തന്നെയാ മാഡം. സുരേഷ് ഓട്ടോയിൽ കയറുമ്പോൾ മൊബൈൽ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ മൊബൈൽ കാണാനില്ലായിരുന്നു. അവസാനമായി അവർ റിംഗ് 4C മൊബൈൽ എന്ന് എഴുതിയെടുത്ത് ആ 4Cയെ 4G ആക്കി മാറ്റി എഴുതിയിരിക്കുന്നു. വാ, എന്തൊരു ഡെഡിക്കേഷനാ ഇൻസ്പെക്ടർ അമൃത. അതിനുശേഷം ഒരു 10 ലൈൻ കൂടി എഴുതിയിട്ടുണ്ട്. ഓട്ടോയിൽ മൊബൈൽ നഷ്ടപ്പെട്ട വിഷയത്തിന് 1/2 പേജ് റിപ്പോർട്ട് എഴുതിയ നിങ്ങൾ ഇത്രയും വലിയ വിഷയത്തെ വെറും 2 ലൈനിൽ എഴുതി വെച്ചു. എന്തേ? എന്താന്ന് ഞാൻ പറയട്ടെ. അതിൻ്റെ കാരണം നിങ്ങൾ റിപ്പോർട്ട് എഴുതിയ പേജിൽ ആ ഡേറ്റിൽ അത്രയും സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ മാഡം? എൻ്റെ ക്ലയൻറ്റ് മീര മാർച്ച് 20-ാം തീയതി ആദിക്കിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ഉടനെ നിങ്ങളെ ആരോ പ്രഷർ ചെയ്യാൻ തുടങ്ങി. ഉടനെ നിങ്ങൾ ചെയ്തത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ എടുത്ത് ആദിക് മാർച്ച് 1-ാം തീയതി എന്നെ കംപ്ലൈൻറ്റ് കൊടുത്തതായി പഴയ ഡേറ്റിൽ പോയി എഴുതി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാഡം? ഇപ്പം ശരിക്കും ഓർമ്മ വരുന്നുണ്ടല്ലേ? യുവർ ഓണർ, ഈ രജിസ്റ്ററിലെ എല്ലാ റിപ്പോർട്ടും 1/2 പേജ് മുതൽ 1 പേജ് വരെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിന് മാത്രം 2 ലൈനേ കാണുന്നുള്ളൂ. കാരണം എൻ്റെ ക്ലയൻറ്റ് മീര ആദിക്കിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അതിലും വേഗത്തിൽ മുമ്പേ തന്നെ ആദിക്ക് കംപ്ലൈൻറ്റ് കൊടുത്ത വിധത്തിൽ കള്ളരേഖയുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആ പേജിൽ അത്രയും സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സത്യം. ഒരാളോട് നിങ്ങൾക്ക് കൂറ് കാണിക്കാൻ വേണ്ടി മറ്റൊരാളെ അപഹാസ്യനാക്കുന്നത് ശരിയല്ല.